നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഇന്നത്തെ വീഡിയോയിൽ ഹിന്ദി കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം ഉപകാരപ്പെടുന്ന 50ഓളം ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ചോദ്യം: ശിവസിംഗ് ചൗഹാൻ കി രചന. റിപ്പോർട്ടാജാണ് ചോദിച്ചേക്കുന്നത്. ലക്ഷ്മിപുര. ആൻസർ. അടുത്ത ചോദ്യം: വഹ് കൽ ഘർ ജായേഗ. ഈ വാക്യത്തിൽ ക്രിയ ഏത് കാലിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സാമാന്യ ഭവിഷ്യത് കാലാണ് വരുന്നത്. അടുത്ത ചോദ്യം: പ്രേംചന്ദ് ഘർ മേ കിസ്കി ലിഖി രചന ഹെ. ഉത്തർ ശിവറാണി ദേവി. ചോദ്യം: സർവനാം കിത്തനെ പ്രകാർ കെ ഹോത്തെ ഹെ. അപ്പോൾ ഉത്തരം വരുന്നത് 6 6 തരത്തിലാണ് സർവനാം ഉള്ളത്. അടുത്ത ചോദ്യം: ബുക്കർ പുരസ്കാർ പ്രാപ്ത് കർനെ വാലി പഹലി ഭാരതീയ ലേഖിക. ഉത്തർ ഗീതാഞ്ജലി ശ്രീയാണ്. അടുത്ത ചോദ്യം: മാതാ കാക്ടസ് കെ രചയിത നാടകകാർ. അതിൻ്റെ ഉത്തരം വരുന്നത് ലക്ഷ്മി നാരായൺ ലാലാണ്. അടുത്ത ചോദ്യം: ഭാരതേന്ദു കെ പിത ഗോപാൽ ചന്ദ്ര ഗിരിധർദാസ് കാ നാടകമാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ നഹുഷാണ്. അടുത്തത്: സരയു പാർ കി യാത്ര. യാത്രാവൃത്ത ആരുടെ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഭാരതേന്ദു. അടുത്ത ചോദ്യം: പ്രവാസ് കി ഡയറി കിസ്കി രചന ഹെ. അതിൻ്റെ ഉത്തരം വരുന്നത് ഹരിവംശ റായ് ബച്ചനാണ്. പ്രേംചന്ദ് കാ ഐതിഹാസിക് ഉപന്യാസ് ഹെ. ഉത്തർ റൂഢി റാണി. അടുത്ത ചോദ്യം: കിസ്നെ മഹാദേവ് വർമ്മ കോ ഹിന്ദി കെ വിശാല മന്ദിർ കെ ദേവി കഹ. അതിൻ്റെ ഉത്തരം വരുന്നത് നിരാലയാണ്. ചോദ്യം: ഹിന്ദി ഭാഷ മേ ലിഖാ ഗയ ഹിന്ദി സാഹിത്യ കെ ഇതിഹാസ് ഗ്രന്ഥാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തത് അത് ശിവസിംഗ് സരോജാണ്. അടുത്ത ചോദ്യം: പ്ലേറ്റോ കെ ലിയെ കല ഓർ സാഹിത്യ കി കസൗട്ടി എന്തായിരുന്നു എന്നുള്ളത്. അത് ഉപയോഗിതാവാദാണ്. ഭാമഹനെ അപ്നെ ഗ്രന്ഥമേ കാവ്യക്ക് പരിഭാഷ എന്താണ് കൊടുത്തേക്കുന്നതെന്നാണ്. ശബ്ദാർത്ഥോ സഹിതോ കാവ്യം എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. ചോദ്യം: ഭാരതേന്ദു ഹരിശ്ചന്ദ്രയ്ക്ക് ആത്മകഥ. ഉത്തർ കുച്ച് ആപ്പ് ബീത്തി കുച്ച് ജഗ് ബീത്തി. അടുത്ത ചോദ്യം: മഹാദേവ് വർമ്മ കെ പതുക്കെ സാഥിമ്യം എന്താണ് ഉള്ളതെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് സമകാലീൻ സാഹിത്യകാരോं के व्यक्तित्व और कृतित्व का कलात्मक अंगन. അടുത്ത ചോദ്യം: നാടക കിസ്കെ ഗ്രന്ഥ ഹെ. ഉത്തർ ഭാരതേന്ദു. ആചാര്യ രാമചന്ദ്ര ശുക്ല की कहानी 11 वर्ष का समय. भारतवर्षोन्नति कैसे हो सकती है नामक निबंध किसका है. उत्तर भारतेंदु हरिश्चंद्र. रत्नावली नाटक का हिंदी में अनुवाद किस भाषा से किया. അതിൻ്റെ ഉത്തരം വരിക സംസ്കൃതമാണ്. അടുത്ത ചോദ്യം: സിന്ധി ഭാഷ का उद्भव किस अपभ्रंश से माना जाता है. उत्तर ब्राजड़. ചോദ്യം: कठिन काव्य का प्रेत किस कवि को कहा जाता है. उत्तर केशव. അടുത്തത്: 252 വൈഷ്ണവൻ കി വാർത്ത അതാരെഴുതിയതാണെന്ന് വെച്ചാൽ ഗോകുൽനാഥ് എഴുതിയതാണ്. അടുത്ത ചോദ്യം: अपभ्रंश का वाल्मीकि किसे कहा जाता है. उत्तर स्वयंभू को. हिंदी के अतिरिक्त कौन सी भाषा देवनागरी लिपि में लिखी जाती है. उत्तर നേപ്പാളി. മറ്റു ചില ഭാഷകളും കൂടെ ദേവനാഗരിയിൽ എഴുതപ്പെടുന്നുണ്ട്. ചോദ്യം: വാക്യ ഹം ആഖോं से देखते हैं में ആഖേം. അതായത് ആഖേം ഏത് സംഖ്യയിലാണ് വരുന്നതെന്നാണ് ചോദ്യം. അത് ജാതിവാചക സംഖ്യയാണ്. ഡോല മാരൂര ദൂഹ കെ ദോഹോं को हेमचंद तथा बिहारी के दोहों के बीच की कड़ी किसने माना है. അതിൻ്റെ ഉത്തരം ഹസാരി പ്രസാദ് ദ്വിവേദി. അടുത്ത ചോദ്യം: ഗാസാദ ദാസീനെ രാസോ ശബ്ദ की उत्पत्ति मानी है. उत्तर राजसूय शब्द से. അടുത്ത ചോദ്യം: हिंदी साहित्य का आलोचनात्मक इतिहास के लेखक. उत्तर डॉक्टर रामकुमार वर्मा. युगल शतक के रचनाकार कौन है. उत्तर श्री भट्ट. അടുത്ത ചോദ്യം: बरवई रामायण के रचयिता कौन है. उत्तर तुलसीदास. आलोचक और आलोचना किसका ग्रंथ है. उत्तर बच्चन सिंह. सुंदरदास किसके शिष्य थे. उत्तर दादू दयाल. അടുത്ത ചോദ്യം: किस कविता में आत्मविसर्जन संबंधी चिंतन है. उत्तर असाध्य वीणा. वर्ण रत्नाकर किस प्रकार की रचना है. उत्तर व्याकरण ग्रंथ. അടുത്ത ചോദ്യം:
डॉक्टर नागेंद्र ने हिंदी एकांकी के विकास का श्रेय किसको दिया है? उत्तर जयशंकर प्रसाद। അടുത്ത ചോദ്യം कब तक पुकारूं किसका उपन्यास है? उत्तर रांगी राघव। ब्रह्मराक्षस किसकी कविता है? उत्तर मुक्तिबोध। അടുത്ത ചോദ്യം हिंदी का पहला आत्मकथा लेखक कौन है? उत्तर बनारसी दास जैन। ചോദ്യം केरल हिंदी प्रचार सभा द्वारा प्रकाशित होने वाली पत्रिका? उत्तर केरल ज्योति। അടുത്ത ചോദ്യം സാരിക പത്രിക का संपादक? उत्तर കമലേശ്വർ। അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.